ഹായ്, ഹലോ, നമസ്കാരം. അങ്ങനെ മത്സര പോരാട്ടത്തിന്റെയും ഭാഗ്യനിർഭാഗ്യങ്ങളുടെയും സ്ക്രാച്ച് എവന്റെ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് മത്സര പോരാട്ടം മാത്രമായിരിക്കില്ല, ഏറ്റവും ഭംഗിയുള്ളൊരു വേദി കൂടിയാണ്. തേക്കടിയിലെ KTDC പെരിയാർ ഹൗസിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മത്സര പോരാട്ടത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ശാന്തി കരുണാകരൻ, ഇടുക്കി ജില്ലയിലെ കൂട്ടാർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് തേക്കടിയിലുള്ള KTDCയുടെ ആരണ്യനിവാസ് ഹോട്ടലിൽ സൂപ്പർവൈസറായിട്ടാണ്. എൻ്റെ പേര് അനീഷ് പ്രദീപ്. ഞാൻ ആലപ്പുഴ മാരാരിക്കുളം സ്വദേശിയാണ്. KTDC തേക്കടി ആരണ്യനിവാസിൽ വർക്ക് ചെയ്യുന്നു. 25 വർഷമായി ഷെഫായിട്ട് ജോലി ചെയ്യാണ്. രണ്ടുപേരും അല്ലെ KTDC പെരിയാറിന്റെ സാരഥികളാണ് അല്ലെ? അതെ, ഞങ്ങൾ ആരണ്യനിവാസിലാണ്. എന്നാലും എല്ലാം KTDCയുടെ തന്നെ ബ്രാഞ്ചസ് ആണ്. അതെ അതെ. ഇവിടെ മെയിൻലി 3 സ്പോട്ടുകളാണ്. ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തേക്ക് സൂപ്പർവൈസറും അല്ല ഷെഫും അല്ല അല്ലെ, ഇതൊക്കെ നമ്മൾ ഉള്ളിലുണ്ട്. കുറച്ച് നേരത്തേക്ക് നമ്മൾ മത്സരാർത്ഥികളാണ്. ഓക്കെ, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട സിനിമ എന്ന വിനോദം നിങ്ങൾക്ക് കുറെ ഭാഗ്യങ്ങൾ തേടി വരാൻ പോവാണ്. ആ ഭാഗ്യങ്ങൾക്കൊപ്പം ചില നിർഭാഗ്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് നോക്കാം അല്ലെ? യെസ്, സോ പ്ലീസ്. യെസ്, ഞാൻ തുടക്കത്തിലേ പറയായിരുന്നേ, നമ്മൾ മത്സരം എന്ന് പറയുമ്പോൾ എന്തായാലും വാശി ഉണ്ടായിരിക്കും അല്ലെ, ഒരു പോരാട്ടം വരുമ്പോൾ. പക്ഷെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നു കാഴ്ച കൊണ്ട് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ബാക്കിൽ നിന്നൊക്കെ ചെവിയുടെ സൗണ്ട് ഒക്കെ കേട്ട് വല്ലാത്തൊരു ആംബിയൻസിൽ നമ്മൾ നിൽക്കുന്നത്. നിങ്ങളിത് കണ്ട് ഭയങ്കര ശീലമായിട്ടുണ്ടാവും അല്ലെ? ആനയും കാണാൻ ഫ്രെയിമിൽ വന്ന് നിൽക്കില്ലല്ലോ അല്ലെ? അല്ല, അവരുടെ ഏരിയ ആണല്ലോ, അവർക്ക് ഏത് സമയം വേണേലും. നമ്മളാണ് ആക്ച്വലി അതിഥികള്, അവര് അതിഥേയരാണ് അല്ലെ? അവരുടെ ഏരിയയിലെ ടെറിട്ടറിയിലാണ്. കുറച്ച് പേരൊക്കെ ഇവിടെ ചുറ്റും കിടന്ന് നടക്കുന്നുണ്ട്. വാനരപ്പടയുണ്ട് അല്ലെ? മത്സരം കാണാനും ഗാലറി സപ്പോർട്ട് ഉണ്ട് രണ്ടുപേർക്കും ഇവിടെ അല്ലേ? സോ ഓൾറെഡി ഗാലറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു ബലം, ധൈര്യം. നിങ്ങളുടെ ബലം അല്ല, എന്താ പറയാ, ധൈര്യം തന്നെ ഇവരാണ്, വാനരപ്പടയാണ്, സുഹൃത്തുക്കളാണ്. ഓക്കെ, സോ ഞാൻ ചോദിക്കുന്നത് സിനിമയായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഭാഗ്യം തേടി തരുന്ന 3 റൗണ്ടുകളിലൂടെ 6 അവസരങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തില് 2 ചോദ്യങ്ങളായിരിക്കും ഫേസ് ചെയ്യുക. 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയം. ആൻഡ് സെക്കൻഡ് റൗണ്ടില് നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ആയിരിക്കും മത്സരിക്കുക. അത് ഗസ് ദ മൂവി റൗണ്ടാണ്. ഡയലോഗിലൂടെ ആയിരിക്കും നിങ്ങൾ മൂവി ടൈറ്റിലോട്ട് എത്തുക. ആൻഡ് ഫൈനലി അത് ഡ്രോയിങ്ങിലൂടെ ആയിട്ട് മാറും. അപ്പോൾ 3 റൗണ്ട് ആയിരിക്കും, 6 അവസരങ്ങളായിരിക്കും. 6 കാർഡ് നേടണം. അത് മാക്സിമം ഉത്തരം ശരിയായാൽ മാത്രമായിരിക്കും സ്ക്രാച്ച് ചെയ്യുക. സ്ക്രാച്ച് ചെയ്യുമ്പോഴാണ് ഇത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നിരിക്കുന്നത് അല്ലെ? നമ്മൾ ഉത്തരം ശരിയായതുകൊണ്ട് ശരിയായില്ല, നമ്മുടെ ഭാഗ്യയിൽ വലിയ എമൗണ്ട് ആയിട്ട് മാറും കൂടെ വേണം. റെഡി? എത്രത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ട്? നല്ല ആത്മവിശ്വാസം ഉണ്ട്. അവിടെ അങ്ങനെയാണ്, നമുക്ക് അറിയില്ലല്ലോ നിങ്ങൾക്ക് പറ്റുന്ന ചോദ്യങ്ങൾ ഏതാന്ന് എനിക്കറിയില്ല. സിനിമകളൊക്കെ ഒരുപാട് കാണുന്നതാണ്, പിന്നെ പേരുകളൊക്കെ ചിലപ്പോ ഓർത്തെടുക്കാൻ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ഓർമ്മ പരീക്ഷണം കൂടിയാണ് അല്ലെ? ഓർമ്മശക്തി എത്രത്തോളം കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ഷോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും അല്ലെ ഭാഗ്യവും നിർഭാഗ്യവും നോക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് രണ്ടുപേർക്കും കാർഡ് സെലക്ട് ചെയ്യാം. ഒരു കാർഡ് എടുക്കാം. ഒറ്റ കാർഡ് രണ്ടുപേർക്കും. ഇനി എന്ത് കിട്ടിയാലും പപ്പാതി. ഭാഗ്യാണെങ്കിലും നിർഭാഗ്യാണെങ്കിലും ഒക്കെ പപ്പാതി. ഓക്കെ, സോ കാർഡ് വെച്ചോളൂ, അതിനൊപ്പം കോയിൻ വെച്ചോളൂ. ഉത്തരം ശരിയാവുമ്പോൾ നമുക്കത് സ്ക്രാച്ച് ചെയ്യാം. സോ സിനിമകൾ കാണാറുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഉണ്ട്. സിനിമകൾ കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഇവിടെ 25 വർഷത്തിന് മേലെ, 25-27 വർഷമായി നിൽക്കുകയാണ്. ഓരോ ദിവസവും പല പല ആളുകളെ അല്ലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന്, ഭാഷകൾക്കപ്പുറം, ദേശാന്തരങ്ങൾക്കപ്പുറം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സന്തോഷമൊക്കെ ഉണ്ട്. അത്തരത്തിലൊക്കെ ആ പ്രമേയങ്ങളൊക്കെ നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ട് അല്ലെ? ഇതൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ്. സോ നിങ്ങൾക്കുള്ള ആദ്യ ഭാഗ്യം തേടി തരുന്ന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയം. മലയാള സിനിമയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അല്ലെങ്കിൽ ടൂറുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ വന്നിട്ടുള്ള 5 സിനിമകളാണ് പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വിനോദയാത്ര, യെസ്. കിലുക്കം, പിന്നെ റൈറ്റ് ആൻസർ. കാറ്റാടി തണലും പാട്ടൊക്കെ വന്ന് അല്ലെ ഭംഗിയായി വന്നുള്ളതാണ്. 2 ഉത്തരം കൂടി വരണം. കൗണ്ട് ഡൗൺ പോവാൻ അധികം സമയമില്ല. 3 സെക്കൻഡ്സിൽ നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. യാത്ര ഒരു തുണി വരണം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. സോ 5 4 3 2 1 റൈറ്റ് ആൻസർ. കുറെ ഇത് അനുഷേട്ടൻ എവിടെ ആലോചിച്ചു. ഞാൻ മഞ്ഞുമൽ ബോയ്സ് എടുത്ത് പറഞ്ഞു ടൂറാണ് മൊത്തം സിനിമയുടെ പ്രമേയം. ടൂറിൽ പോയിട്ടാണ് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. അതെ. ഇപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആണ്.
നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇനി ഭാഗ്യം അവിടെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം അല്ലേ? സ്ക്രാച്ച് ചെയ്യണം. നോക്കാം. ഒരക്കാവാം, രണ്ടക്കാവാം, മൂന്നക്കാവാം. ഇത് അതിൽ നിന്നും വിട്ടുപോയ അവസ്ഥയാണ്. അടിച്ചു മോനെ അടിച്ചത്. ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ചോദ്യം ആദ്യത്തെ അവസരത്തിൽ കിട്ടിയിരിക്കുന്നത് 3000 രൂപയാണ്. 3000 നേടിക്കൊണ്ട് ഗംഭീര തുടക്കമാണ്. ഇത് ഗംഭീര തുടക്കമാണ്. കാരണം നമുക്ക് ഉത്തരം ശരിയായാൽ പോലും കാർഡിൽ എമൗണ്ട് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇത് 1 രൂപയാവാം, 10 ആവാം, 100 ആവാം. പക്ഷെ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് കിട്ടിയത് 3000 രൂപയാണ്. അടിപൊളി തുടക്കം ഗംഭീരമാണ്. അപ്പൊ ഇതുപോലെ ഒടുക്കം വരെ ഗംഭീരമാവണം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത അല്ലെ ഭാഗ്യത്തിന്റെ കാർഡ് കൂടെ സെലക്ട് ചെയ്ത് നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. യെസ്, അപ്പൊ എന്തായാലും കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെയും പ്രതീക്ഷയുടെ ഒപ്പം കുറച്ച് ടെൻഷൻ കൂടി ഉണ്ടാവും അല്ലെ? കാരണം ആദ്യം വലുതെന്ന് കിട്ടണു, അതിൽ ചെറുതായി പോവോ, നഷ്ടപ്പെടുവോ? ഇവിടെ അല്ലെ ഷാദിയുടെ മുഖത്ത് നല്ല പോലെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? യെസ്, അപ്പൊ അത് നേരത്തെ മാക്സിമം റെഡി. സോ നിങ്ങൾ ഇവിടെ എന്തായാലും സഹപ്രവർത്തകരാണ്, അതിനേക്കാൾ ഉപരി അല്ലെ സഹോദര തുല്യങ്ങളാണ് രണ്ടുപേരും അല്ലെ? അത്രയും വർഷത്തെ പരിചയമുള്ള രണ്ടുപേരും കൂടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ചോദ്യം മലയാള സിനിമയിലെ സഹോദരങ്ങളുടെ കഥ, അതിനേക്കാൾ ഉപരിയായിട്ട് ആങ്ങൾ പെങ്ങൾ കഥ പറഞ്ഞിട്ടുള്ള 5 സിനിമകളാണ് നിങ്ങൾ പറയേണ്ടത്. ചിലപ്പോൾ ചേട്ടൻ അനീതി ആയിരിക്കാം, അല്ലെങ്കിൽ ചേച്ചി അനീനെ ആയിരിക്കാം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉസ്താദ്. യെസ്, ഉസ്താദ് റൈറ്റ് ആൻസർ. വെണ്ണില കൊമ്പിലെ പാട്ടൊക്കെ നമ്മൾ അല്ലെ എപ്പോഴും ബ്രദേഴ്സിന്റെ, ഐ മീൻ ചേട്ടൻ അനിയത്തിപ്രാവ്. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 സെക്കൻഡ്സ് കൂടി ബാക്കിയുള്ളൂ. കങ്കാരു റൈറ്റ് ആൻസർ ആണ്. ഒന്നുകൂടെ വേണം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. 5 4 3 2 1. ഒറ്റ ഉത്തരത്തിൽ ജസ്റ്റ് മിസ്സായി. നമുക്ക് ഉത്തരങ്ങൾ പറയുക എന്നുള്ളത് മാത്രമല്ല, സമയബന്ധിതമായിട്ട് പറയുക എന്നുള്ളത് കൂടെ ഉണ്ട്. രക്ഷയില്ല അല്ലേ? കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നല്ല എമൗണ്ടിൽ തുടങ്ങി. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോ ഉള്ള കാർഡ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാർഡ് ഉപേക്ഷിക്കണം. എന്ത് വേണം? അടുത്ത റൗണ്ടിലേക്ക് കാർഡുമായി മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ പുതിയ കാർഡ് വേണോ? അത് വേണ്ട. അപ്പൊ സ്ക്രാച്ച് ചെയ്തോളൂ. സ്ക്രാച്ച് ചെയ്തിട്ട് എമൗണ്ട് വലുതാവുമ്പോ എന്നാ പിന്നെ ഇതന്നെ എടുക്കാന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ വലുതാവല്ലേ? നേരത്തെ വരയ്ക്കുമ്പോ വലിയ എമൗണ്ട് ആവണമെന്നായിരുന്നു പ്രാർത്ഥന. ഇപ്പൊ എമൗണ്ട് വലിയ എമൗണ്ടേ ആവല്ലേ? യെസ്, അപ്പൊ എന്തായാലും 10 രൂപ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വേണമെങ്കിൽ 1, 10, 100 ആവാം. പക്ഷെ കിട്ടിയത് 3000 ആയിരുന്നുള്ളത്. പക്ഷെ നേടുമ്പോ വലുതും നഷ്ടപ്പെടുമ്പോ ചെറുതുമാണ്. അപ്പൊ എവിടേക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെ? യെസ്, അപ്പൊ എന്തായാലും നേടിയ കാർഡ് ഇവിടെ ഇരിക്കട്ടെ അല്ലെ, നഷ്ടപ്പെട്ടത് അവിടെ ഇരിക്കട്ടെ. സോ അടുത്ത റൗണ്ടിലേക്കുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത്. യെസ്, അപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. 2 അവസരങ്ങൾ. ആദ്യം നേടിയ അതേ 3000 ആദ്യത്തെ റൗണ്ട് അവർ പൂർത്തീകരിക്കുകയാണ്. രണ്ടാം റൗണ്ടിലുള്ള കാർഡ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഭാഗ്യം ഇനി എത്രത്തോളം കൂടും എന്നുള്ളത് കാണാം. പക്ഷെ നഷ്ടപ്പെട്ടത് വളരെ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലാത്തതിന്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഇനി നേട്ടങ്ങളുടെ രണ്ടാമത്തെ റൗണ്ട് ആയിരിക്കും അല്ലേ? പറച്ചിലെങ്കില കോൺഫിഡൻസ്. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും രണ്ടാമത്തെ റൗണ്ടിന്റെ കാർഡ് അവിടെ ഉണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആദ്യത്തെ അവസരത്തിൽ 2 ചോദ്യങ്ങൾ വന്നു. ഇനി ഫേസ് ടു ഫേസ് ആയിരിക്കും. അപ്പൊ നിങ്ങളിൽ ഒരാൾ ഇവിടെ വരണം, 2 ആൾ മാറി മാറി വരണം. സോ ആദ്യം ആരാ വരാൻ പോകുന്നത്? ഓ, ഞാൻ ശൈലിയായിട്ട് വിചാരിച്ചു ഞാൻ തന്നെ പോകുന്ന മേഡം തന്നെ പൊക്കോളൂ എന്നൊക്കെ. യെസ്, സോ ശാന്തി മാം ഇവിടെ ഉണ്ട്. സോ ഇനി ഭാഗ്യം വരുന്നത് നിങ്ങൾ 2 പേരുടെയും ടീം വർക്ക് അനുസരിച്ചായിരിക്കും. ഞാൻ മാമിന് ഒരു മൂവി ഡയലോഗ് കൊടുക്കും. ആ ഡയലോഗ് വായിക്കുമ്പോൾ ആ സമയത്തിനുള്ളിൽ 30 സെക്കൻഡ്സ് എന്നുള്ളത് 1 മിനിറ്റ് ആയിരിക്കും. ആ 1 മിനിറ്റിനുള്ളിൽ ഏതാണ് മൂവി ഡയലോഗ് എന്നുള്ളത് പറയണം. ഓക്കെ, സോ ട്രൈ ചെയ്യാം. തെറ്റിയ കുഴപ്പമില്ല. പക്ഷെ ഇത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം. പക്ഷെ സമയത്തിനുള്ളിൽ പറയണം എന്നുള്ളതാണ്. ക്ലിയർ? സോ ഞാൻ ഡയലോഗ് കൊടുക്കുകയാണ്. മെല്ലെ ആദ്യം മൈൻഡിലൊന്ന് വായിച്ചോളൂ. സമയം തരുമ്പോൾ പുറത്ത് വായിക്കാം ഇവിടെ മുതൽ. ഓക്കെ, ഓക്കെ, യെസ്. സോ ഇവിടെ മുതലാണ് വായിക്കാം. എളുപ്പമുള്ളതാണ്. എളുപ്പം അവിടെ കാണണം. യെസ്, സോ കിട്ടുമ്പോഴാണ് എളുപ്പമുള്ളതാവുക അല്ലേ? റെഡി? സോ ഡയലോഗ് വായിക്കാൻ ഇവിടെ റെഡിയാണ്. അവിടെ റെഡിയാണല്ലോ അല്ലേ? സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. അമ്മാമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിൽ ക്രീ ഉണ്ട്, ഞങ്ങളുടെ കൃഷ്ണൻ ക്രീ ഉണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ ആ മുക്രിയിൽ ക്രീ ഉണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളിയൻ എന്ന
പാമ്പിന്റെ തലയിൽ ചവിട്ടി നിങ്ങളുടെ ഗീവർഗീസ് അച്ഛൻ പാമ്പിന്റെ വായിൽ കോലിട്ട് കുത്തി. ഇതിലായിരിക്കും ഇങ്ങനെ ഒരു അമ്മാമ്മോടൊരു സീനൊക്കെ പറയുന്നുണ്ടാവുക. ശ്ശോ. ദിലീപിന്റെ പടം, ദിലീപിന്റെ. യെസ്. അതുകൊണ്ട് ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. Right answer. ഇത് ആദ്യം പടത്തിന്റെ പേര് പറയാത്ത ദിലീപിന്റെ പടമാണെന്ന് മേക്ക് ഷുവർ ചെയ്ത് എന്തുകൊണ്ടാ അമ്മ എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ കിട്ടി. പിന്നെ മുക്രി അതൊക്കെ പറഞ്ഞപ്പോ അതിനകത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണോന്നുണ്ടായിരുന്നു. എങ്ങനെ എങ്ങനെ ഇതെങ്ങനെ ദിലീപ് ഏത് പടത്തിലെ ദിലീപ് ഇങ്ങനെ അങ്ങനല്ല, ഇങ്ങനെ കൈയൊക്കെ വെച്ചല്ലേ കൈ വെക്കുന്ന അല്ലേ, മറ്റേ മാങ്ങാപ്പറി ചെളിക്കുത്ത് പരിപാടി അല്ലേ, അങ്ങനെ ഒന്ന് പറയണോന്നുണ്ടായിരുന്നു. ഇവിടെ വീർപ്പ് കിട്ടുക മിക്കവാറും അവസരം പറഞ്ഞില്ലെങ്കിൽ അല്ലേ അതെ അതെ അവിടെ വന്ന് പണി പാളിയേനെ. അപ്പൊ എന്തായാലും റൈറ്റ് ആൻസർ. സോ കാർഡ് ഇവിടെ വെച്ചോളൂ. നമുക്ക് ആ 3000 അവിടെ നിൽക്കുകയാണ് സ്റ്റക്കായിട്ട്. അത് നമുക്ക് നോക്കണ്ടേ, കൂട്ടാൻ പറ്റുമെന്ന്. ആർക്ക് വേണല്ലോ ഓക്കെ, ആർക്ക് കുറച്ചാലും അങ്ങനെയാണ്. ചെറുതായിട്ട് പണിയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അക്കങ്ങളല്ല അക്ഷരങ്ങളാണ്. പക്ഷെ അക്ഷരങ്ങളിലും ചില ഭാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ഭാഗ്യമാണോ മേലോട്ട് വരച്ചോളൂ. താഴെ ഗോൺ കണ്ടു, മേലത് ഹാഫ് ആണോ ഫുൾ ആണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഞാനപ്പോ ഗോണ് കണ്ടപ്പോ മുഴുവനും പോയത്. ചെറിയൊരു ആശ്വാസം ഉണ്ട്, അതെ മൊത്തം പോയി എന്നാണ് വിചാരിച്ച്. പക്ഷെ മൊത്തം പോയിട്ടില്ല, പകുതി ഗോണാണ്. അപ്പൊ 3000 കിട്ടി ആൻഡ് പകുതി പോയി 1500 ആയിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ മൊത്തം പോയി നല്ല വിചാരിച്ചേ, 3000 പോയി വിചാരിച്ചെടുത്തൊരു 1500 അവിടെ ഗോണാണ് ആദ്യം കണ്ടത്. അതെ, അത് നമ്മൾ മുഴുവൻ വായിക്കണം. ചിലപ്പോ എവിടെയാണ് ഭാഗ്യം ഇരിക്കണേന്ന് പറയാൻ പറ്റില്ല. സോ പകുതിയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, വലിയ നേട്ടത്തിൽ തുടങ്ങി പകുതി നഷ്ടപ്പെടാനുള്ളൊരു അല്ലെ സമയത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അതിനേക്കാൾ അനീഷ് ഒരച്ചാ മതി, അനീഷ് ഒരച്ച ഭയങ്കര ഭാഗ്യം പറഞ്ഞ് കോയം കൊടുത്തതാ. യെസ്. അപ്പൊ എന്തായാലും ഇതങ്ങനെ കാറ്റർക്കങ്ങൾ സ്വാഭാവികമാണ് അല്ലെ, ലൈഫിലും അങ്ങനെ തന്നെയല്ലേ, ആ മാറ്റങ്ങൾ എപ്പോഴും അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഉള്ള അടുത്ത കാർഡ് ഞാൻ തരാം. രണ്ടെണ്ണം എടുക്കണമെന്നല്ലേ. അപ്പൊ എന്തായാലും കാർഡ് അവിടെ കിട്ടി. ഇനി എന്ത് വേണം? അവിടെ നിന്നാൾ ഇങ്ങോട്ട് വരണം, ഇവിടെ നിന്നാൾ ആൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ റൂളൊക്കെ സെയിം ആണ്. ഇനി അവിടെ കേട്ടപ്പോ സിനിമ പറയണായിരുന്നു. ഇനി ആ അല്ലെ നമ്മള് ഡയലോഗ് പറയും, അവിടെ സിനിമ പറയണം. റെഡി? സോ റെഡി സെറ്റ് ഗോ. ഫോട്ടോ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് വേണ്ടേ, ഫ്ലാഷ് അടിച്ചപ്പോൾ അറിയാതെ കണ്ണൊന്ന് ജിമ്മിപ്പോയി. ഞാൻ വേറൊരു പോസ് തരാം. താങ്ക് യു. ഇത് നന്നായിരിക്കും, കവർ പേജ് ആയിട്ട് കൊടുത്തോളൂ. ഹെഡിങ് നന്നായിരിക്കും. ഡെൻ്റൽ ഡോക്ടർ, ലോകത്തിലെ ആദ്യമായി ഓസ്കാർ അവാർഡ്, അങ്ങനെ കൊടുത്താൽ മതി. നമ്മളൊക്കെ കുറെ ചിരിപ്പിച്ച ഒരു പടമാണ്. വേണമെങ്കിൽ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ പടം ഓർമ്മ വരും. ഹരിഹർ നഗർ അല്ല, പക്ഷെ ഒന്നുകൂടെ ആലോചിച്ച് കിട്ടും. കേട്ടില്ല. അതിലേതോ ഒന്നാണെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പൊ കാർഡ് തന്നോളൂ, നമുക്കത് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. രണ്ടു ഉത്തരങ്ങൾ ശരിയാണ്. നേരത്തെ പകുതി നഷ്ടപ്പെട്ടു, അതുകൂടെ തിരിച്ചെടുക്കണം. സ്ക്രാച്ച് ചെയ്തു. എന്നിട്ട് വേണം നേരത്തെ പറഞ്ഞതിന്റെ അല്ലെ ബാക്കി പറയാൻ വേണ്ടി, തിരിച്ചു പറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും. ഓ, ഇത് കിട്ടാണെങ്കിൽ വലുത്, നഷ്ടപ്പെടുത്താണെങ്കിൽ വലുത് പറഞ്ഞ പോലത്തെ ഇതാണ് അല്ലെ. ഇടയ്ക്ക് 10 രൂപ മാത്രമാണ് ഇടയ്ക്കൊന്ന് മാറി വന്നുള്ളൂ. 1500 പോയിന് അതിന്റെ മേലെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. 2000 കിട്ടിയിട്ടുണ്ട്. സോ അത് അല്ലെ 2000, 1500, 3500 ആയിട്ട് അത് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നഷ്ടങ്ങളിൽ നിന്ന് കംബാക്ക് നടത്താന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ രണ്ടുപേരാണ്. ഓക്കെ, അപ്പോ നേട്ടങ്ങളിലെ അല്ലെ 3000, 2000, 5000 വന്നു, അതിൽ 1500 പോയി അല്ലേ. യെസ്, അപ്പോൾ 3500 ആയിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കണം. ഇനി കൂടെ 2 അവസരങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 4 അവസരങ്ങളിൽ 2 കാർഡാണ് നേട്ടങ്ങൾ മാത്രമായിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഒരു എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. ഇടയ്ക്കൊന്നൊരു നിർഭാഗ്യം വന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. ആ കാറ്റർക്കങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റം മാത്രമായിട്ട് മാറട്ടെ. അപ്പോൾ അടുത്ത റൗണ്ടിലോട്ട് പോകണം, നിങ്ങൾക്ക് കാർഡ് തരണം. പക്ഷെ അതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഇവിടെ നല്ല ഫിഷ് കറി മീൽസ് മാത്രം വെക്കുകയല്ല, നല്ല പാട്ടും പാടുന്നു കേട്ടു. ആണോ? ഉണ്ട്. മനുഷ്യൻ്റെ 2 പാട്ടിലോട്ട് പോയാലോ? പാടാം. മോഹം കൊണ്ടു ഞാൻ
ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാന്ന് പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. അപ്പൊ കലാകാരനാണ് അല്ലേ? ഈ കലയെ ബന്ധപ്പെട്ട പാട്ട് വരും, അല്ലെങ്കിൽ ഉത്തരങ്ങൾ വരും. ഇതിനപ്പുറത്തേക്കുള്ള സംസാരങ്ങൾ വളരെ കുറവായിരിക്കും അല്ലേ? അവിടെ ഒരു കലയാണ് അല്ലേ? പാചകം കലയാണ്. രണ്ട് കലകളുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള ഇൻബിറ്റ്വീൻ സംസ്ഥാനങ്ങൾ കുറവായാലും കറക്റ്റ് വേണ്ടിടത്ത് കൃത്യമായിട്ട് ചേരുവകൾ വരുന്നത്. അവിടെ ശാന്തിമയമാണ് കൂടുതലും. സിനിമക്കാരെയും കൂടുതൽ പാട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത് അല്ലേ? സിനിമ കാണുകയാണെങ്കിൽ പാട്ടിലാണ് കുറെ കൂടി ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? പാട്ടുകൾ ഇഷ്ടമാണ്. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകണം അല്ലേ? അങ്ങനെ 3rd റൗണ്ടിലോട്ട് കിടക്കുകയാണ്. സോ നിങ്ങൾക്ക് ഭാഗ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനും വര കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഒരു ബോർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ വരയിലൂടെ ആയിരിക്കണം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ തലവര കൂടി തെളിയണം. സോ രണ്ടുപേരും നേരത്തെ പോലെ ഇവിടെ വന്ന പോലെ തന്നെ വരയ്ക്കാനായിട്ടായിരിക്കും ഇനി വരിക. ഓക്കെ, നേരത്തെ ക്ലൂ ആയിട്ട് വന്നേ. ഇനി ക്ലൂ മൂവി ഡയലോഗ് അല്ല, നിങ്ങളുടെ വരയിലൂടെ ആയിരിക്കും ആ സിനിമ പേരിലേക്ക് എത്തുക. ക്ലിയർ? ഓക്കെ. സോ അപ്പൊ ഞാൻ അതിന് മുമ്പായിട്ട് കാർഡ് തരട്ടെ. എടുത്തത്. ഓക്കെ, സോ അതെ, ആരാ ആദ്യം വരാൻ പോകുന്നത്? ഓക്കെ, ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ്. നേരത്തെ വന്ന് മെല്ലെ പൊക്കോ എന്നൊക്കെ പറഞ്ഞതാണ്. ഇവിടെ നിന്ന് അതിൽ വരയ്ക്കണം. ആ സിനിമയുടെ പേര് എഴുതാൻ പാടില്ല, അക്കങ്ങളോ അക്ഷരങ്ങളോ ഒന്നും പാടില്ല. വരയിലൂടെ ക്ലൂ ലീഡ് ചെയ്യണം. ആ സിനിമയുടെ കഥയോ അല്ലെങ്കിൽ അതിലത്തെ ആർട്ടിസ്റ്റിനോ ഒക്കെ ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ. റെഡി? സോ ചേട്ടനുള്ള മൂവി നെയിം ഇതാണ്. റെഡി? ജസ്റ്റ് കയ്യിൽ വെച്ചോളൂ. ഞാൻ സമയം തരുമ്പോൾ മാത്രം വരയ്ക്കണം. റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇലക്ഷൻ കഴിഞ്ഞ സമയമാണ്. ചിഹ്നങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. വട്ടത്തമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട വേറെ? ആ, പ്ലേറ്റും കറികളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും അത്? കൈ എന്നുള്ളത് ശരിയാണോ? അത്രയും ശരിയാണോ? അത് കൈയാണ്. പക്ഷെ നമ്മുടെ ഉത്തരമായിട്ട് അത് ബന്ധം വന്നിട്ടില്ല. അതല്ലാതെ വേറെ ആ കയ്യിൽ എന്തൊക്കെ ഓ ഇല്ല ഇല്ല ഇല്ല. അപ്പൊ കൈ എന്നുള്ളത് വിട്ടോ. കൗണ്ട് ഡൗണിലേക്ക് പോവാണ്. 5 4 3 2 1 അമ്പിളി. ടൈംസ് അപ്പ്. അതെന്തായിരുന്നു? 3 ആണെങ്കിൽ 3 എപ്പോഴാണ് കാണുക? 5-ാം പാതിര. റൈറ്റ് ആൻസർ. 5-ാം പാതിരായിരുന്നു. 5 വരെത്തി, 5 3 എത്തി. പക്ഷെ നമുക്ക് വേണ്ടത് കറക്റ്റ് ഉത്തരമായിരുന്നു. പക്ഷെ നല്ല രീതിയിലേക്ക് ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഈ ഇത് 3 ആവാൻ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വരച്ചുകൂടായിരുന്നോ? ഒരു 2-3 സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുക്കായിരുന്നോ? കുറച്ചുകൂടി പാതിര എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പപ്പടം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെച്ച് എന്നിട്ട് വരെ 3 പറഞ്ഞു. ഓക്കെ, തെറ്റിപ്പോയി. സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. സോ കാർഡുമായി മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ പുതിയ കാർഡ് വേണോ? ഈ കാർഡ് തന്നെ പോരെ? ഈ കാർഡ് മതി. അടിപൊളി. അപ്പൊ ആ കാർഡ് കീപ്പ് ചെയ്തോളൂ. ആ കാർഡ് വെച്ച് അടുത്ത ആൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അയച്ചല്ലോ അല്ലേ? ഓക്കെ, അപ്പോ ഐശ്വര്യമായിട്ട് ഇത് വീണ്ടും പിടിച്ചോളൂ. സോ റെഡി സെറ്റ് ഗോ. ഞാൻ വരച്ചു വരുമ്പോ സിമ്പിൾ എങ്ങനെ ഇരിക്കും? സംസാരമില്ല, വര ഫാസ്റ്റ് ആയിക്കോട്ടെ. സമയം പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ട്രൈ ചെയ്തുകൊണ്ടിരുന്നോളൂ. അതിന് ഡെവലപ്പ് ചെയ്ത് എന്തൊക്കെയുണ്ട് നോക്കിക്കൊണ്ടിരുന്നിരുന്നോളൂ. വേറെ സംസാരങ്ങളില്ല, ആ മാത്രം. ഓക്കെ, ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആ വരയില് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നടക്കും. വേണമെങ്കിൽ അതൊരു ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ വാളെന്നുള്ളത് മാറ്റാൻ പറ്റും.
അതേപോലത്തെ ഒരു പ്രമേയമുള്ള സിനിമയാണ്. 5 seconds നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ചേകവന അല്ല, മാറ്റിക്കോളൂ. So 5 4 3 2 1. ഇത് വാളാന്ന് പറഞ്ഞു. കുറച്ചുകൂടെ എന്ത് വേണമായിരുന്നു? ചുരുട്ടണം. ഞാൻ അതിൽ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താവും? മാറ്റി പറഞ്ഞൊക്കെ വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഇങ്ങനെ അവിടെ വെച്ച് ചുരുട്ടാത്തതായിരുന്നു പ്രശ്നമായിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്തായാലും അല്ലേ, സോ ഒന്നുള്ളൂ. വാളൊക്കെ പറഞ്ഞ് കൊറേ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കായിരുന്നു അവിടെ വെച്ചിട്ട്. അതെ. അപ്പൊ എന്തായാലും 2 അവസരങ്ങളിലും അല്ലെ നമുക്കത് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റിയില്ല, അതുവഴി ഭാഗ്യത്തിലോട്ട് എത്താൻ പറ്റിയില്ല. സോ അത് സ്ക്രാച്ച് ചെയ്ത് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് എത്രയായിരുന്നു എമൗണ്ട് നമുക്ക് നോക്കാം. യെസ്. അപ്പൊ എന്തായാലും നഷ്ടപ്പെട്ടത് അല്ലെ 1000 ആയിരുന്നു. 2 പ്രാവശ്യം നിങ്ങൾ അത് കീപ്പ് ചെയ്തു, പക്ഷെ അത് നേടാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ 3500 എന്നുള്ളത് 4500 ആയിട്ട് കൂടുമായിരുന്നു. പക്ഷെ അല്ലെ നമുക്ക് ഭാഗ്യമില്ല. അപ്പൊ എന്തായാലും ക്യാഷ് പ്രൈസ് ആയിട്ട് 3500 ആണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. പക്ഷെ അത് മാത്രമല്ല, സൺസൂര്യ കോമഡിയുടെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ തരികയാണ്. 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എടശ്ശേരി ജ്വല്ലറി കാലടി ആലുവ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റാണ്. റെപ്കോ ഹോം ഫിനാൻസ് ലിമിറ്റഡ് നൽകുന്ന ഒരു ഗിഫ്റ്റ് കൂടിയാണ്. സോ കൊല്ലം, എറണാകുളം, തൃശ്ശൂരൊക്കെ സ്ഥാപനങ്ങൾ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങളുടെ സുരക്ഷയും സുഖവും മുൻനിർത്തി സ്പെഷ്യലി തയ്യാറാക്കുന്ന പ്രോഡക്റ്റ് കൂടിയാണ് ബേബിക്കൂണിന്റെ. സോ ബേബിക്കൂൺ നിങ്ങൾക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. സോ കൺഗ്രാറ്റുലേഷൻ. എയർലോക്ക് ചെയ്തതിനു ശേഷം സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുന്ന കറി പൗഡറുകളാണ് ന്യൂസ്2 കറി പൗഡറുകൾ. സോ നിങ്ങൾക്ക് ഇനി റെഡി ടു കുക്കാണ്. ഇനി കറികളൊക്കെ ഗംഭീരമാവട്ടെ. പ്രത്യേകിച്ച് ഇവിടെ ഉപകാരപ്പെടും അല്ലേ. ഇനി കൂട്ടുകറികളൊന്നും വേണ്ട, സൈഡ് ഡിഷ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഞാൻ ന്യൂസ് അച്ചാർസിന്റെ സ്പെഷ്യൽ അച്ചാറാണ്. അപ്പം ഇനി നിങ്ങളുടെ മീൽസ് എല്ലാം അടിപൊളിയാവട്ടെ. സോ കൺഗ്രാറ്റ്. അപ്പം എന്തായാലും ഇതുപോലെ പുതിയ മത്സരാർത്ഥികളായിട്ട് പുതിയ വേദിയിൽ നമുക്ക് കണ്ടുമുട്ടാം. അപ്പം അതുവരേക്കും